പോയി? കണ്ണു തെറ്റിയാ പിന്നെ അപ്പുറത്തേക്ക് ഓടി. മര്യാദയ്ക്ക് വരുന്നുണ്ടോ ജയക്കുട്ടാ? പോയിക്കോ, ബാക്കി നാളെ. ഈ വേലിയൊന്ന് കെട്ടിച്ചേരാൻ പറഞ്ഞിട്ട് അയാൾ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞോ? അടുക്കളപ്പണിക്കാന്ന് പറഞ്ഞ് മാളൂട്ടിയമ്മ ഒരുത്തി അയച്ചു എന്ന്. വൃത്തിന്ന് പറഞ്ഞ ഇല്ലാത്തൊരു സാധനം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ആ, നിങ്ങളെന്താ വീടൊഴിയുന്നത്? തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ജോലിയൊന്നുമില്ലല്ലോ? ആയിട്ടില്ല. വീട്ടില് പഷ്ണിക്കിരിക്കാം, എന്നാലും വേറൊരു വീട്ടില് പണിക്ക് പോകാൻ വയ്യ. എന്താ ഇവിടെ ഓരോന്നിന്റെ നാട്യം? വല്ലാത്തൊരു നാട് തന്നെ. കോൺഫറൻസ് ഒരു ദിവസം കൂടെ നീണ്ടു. എറണാകുളത്ത് നിന്ന് നേരിട്ടുള്ള ട്രാൻസ്പോർട്ട് കിട്ടി. എറണാകുളത്ത് അച്ഛനെ കണ്ടില്ലേ? സമയം ഉണ്ടായിരുന്നില്ല, നേരെ ബസ് സ്റ്റാൻഡിൽ പോയി. ഒന്ന് ഫോൺ ചെയ്യായിരുന്നില്ലേ? അച്ഛാ, എന്റെ കളർ പെൻസില് തരാം, കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? നിനക്ക് ഞാൻ തന്ന പുസ്തകത്തിൽ മാത്രമേ വരയ്ക്കാവൂ. തോന്നി ദിക്കിലൊക്കെ കുത്തി വരച്ച. ആ, അപ്പുറത്തോ? പഴയതെല്ലാം അപ്പടി കഷ്ണായി. അത് ഞാൻ ഹരിക്ക് കൊടുക്കട്ടെ അമ്മേ. എന്തിനാ പഴയത് മാത്രാക്കണേ? ആ ചെക്കന്റെ കൂട്ടത്തിൽ നാടായ നാട് മുഴുക്ക തെണ്ടലാ പണി. ഇവന്റെ ദേഹത്തൊന്ന് നോക്കിയേ, എത്ര ദിക്കിലാ മുറിഞ്ഞിരിക്കുന്നത്. കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചായ ഉണ്ടോ? പാലില്ല. രാവിലെ അരക്കുപ്പിയാ തന്നത്. കുട്ടി കുടിച്ചു പോയിന്നൊരു കാരണവും പറഞ്ഞു. എന്നാണാവോ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്? കോൺഫറൻസിന് വന്ന ജനറൽ മാനേജരോട് ഒന്ന് പറയായിരുന്നില്ലേ? എന്ത് മാറ്റം? ആള് മനുഷ്യരുള്ള വല്ല ടൗണിലേക്ക് ഒരു മാറ്റം. വന്നിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട് വിജയം, അതറിയില്ല. ഞാൻ അച്ഛനെ എഴുതാം. അച്ഛൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ല നിങ്ങളുടെ ജനറൽ മാനേജർ. അടിച്ചു വരാനും തിരുമ്പാനും വരുന്ന പെണ്ണിനെ ഇന്ന് കാണുന്നില്ല. ഞാൻ അടുക്കള പണി ചെയ്യാൻ വേണ്ടത് കുട്ടിയെ നോക്കുക വേണ്ടത്. ഭ്രാന്ത് വരുന്നുണ്ട് എനിക്ക്. ഞാൻ നേരത്തെ എഴുന്നേക്കുന്നുണ്ടല്ലോ. രാവിലെ ഉച്ചയ്ക്ക് വേണ്ടതടക്കം വെച്ചുണ്ടാക്കിയിട്ട് പോവാം. സമയമുണ്ട്. വൈകുന്നേരം വന്ന ഉടനെ നേരെ അടുക്കളയിൽ കയറാം. പോരെ? ഭ്രാന്ത് വരാതിരിക്കട്ടെ.